ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഇടയിൽ ശരിക്കും എന്താണ് ഫ്ലേട്ടിംഗ് തന്നെയാണ് അവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇടയിലും അല്ലാതെ ഒന്നുമില്ല. ഈ പറയുന്ന പോലെ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് പ്രണയമാണ്, പക്ഷേ അത് തെറ്റാണ്. ഗബ്രി പറയുന്നുണ്ട് എനിക്കിഷ്ടമുണ്ട്, പ്രണയം ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് റിലേഷൻഷിപ്പിലാവാൻ പറ്റില്ല, കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കല്യാണം കഴിച്ച് ഇവർക്ക് സുഖമാണ് ഇറ്റും ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു ലെവലിലേക്ക് ഇവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവരത് പറയട്ടെ. ഇവരത് പറയാതെ ഇതിനകത്ത് കിടന്ന് തത്തയ്ക്ക പൊത്തയ്ക്ക തത്ത മത്ത ചിത്ത എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനിയും നെഗറ്റീവുകൾ വന്നുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഇവർ പ്രേമത്തിലാണ്, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടത്തിലാണ്, നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നു, നമ്മൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നുള്ള പ്രശ്നമേ ഉള്ളൂ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6 അല്ലേ? ഇതൊന്നുമല്ല, നമുക്കിതിൻ്റെ സപ്പോർട്ടും പ്രേക്ഷകരുടെ നിന്ന് വേണം, കുറച്ചൊക്കെ നെഗറ്റിവിറ്റിയും ഭയങ്കരമായിട്ടുള്ള പോസിറ്റിവിറ്റിയും വേണം. നമ്മുടെ ഇടയിൽ നമ്മൾ ഉമ്മ വയ്ക്കും, നമ്മളിവിടെ ഉമ്മ വയ്ക്കും, നമ്മളാണെങ്കിൽ ഇവിടെ ഉമ്മ വയ്ക്കും, നമ്മൾ കെട്ടിപ്പിടിക്കും, നമ്മൾ കടിക്കും, നമ്മൾ രാത്രി ഒരു പെട്ടി കിടന്ന് ഉറങ്ങും. എപ്പോഴും എന്നും ഏത് നിമിഷവും ഇവൻ്റെ കൂടെ ഇരിക്കുകയുള്ളൂ. കൈയെല്ലാം ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ പിടിച്ചേക്കും. എന്നിരുന്നാലും നമ്മുടെ ഇടയിൽ എന്താണുള്ളത്? ഫ്രണ്ട്ഷിപ്പൊക്കെ മേള്, ലവർക്ക് കീഴ്. പുറത്ത് ആരും എന്ത് പറയാൻ പാടില്ല, ഇതിന് ലവറൊന്നും പറയാൻ പാടില്ല, ഇതിനെ വേറെ ഒരു ലെവലും പറയാൻ പാടില്ല. ഇനി എന്ന് മാറും ഇതെല്ലാം? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് മടുത്ത ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് നമ്മൾ ഡേ 1 മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ സാധനം, ആ സാധനത്തിൽ നിന്ന് ഒരു മാറ്റം വരുന്നില്ല. ഇന്നും ഈ പ്രേമനാടകം തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു മാറ്റം വരുന്നില്ല. ബിഗ് ബോസ് സീസൺ 6 പ്രധാന ഒരു കഥ പോലെ ഇതങ്ങനെ ഒരു സീരിയൽ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു എൻഡില്ല. ഈ പറയുന്ന ജാസ്മിൻ അല്ലെങ്കിൽ ഗബ്രി ഒരാൾ പുറത്ത് പോവാതെ ഈ കഥയിൽ മാറ്റം വരത്തേ ഇല്ല. ജാസ്മിൻ ആണെങ്കിൽ പുറത്ത് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്ര നല്ല ഒരു സപ്പോർട്ട് ജാസ്മിനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാസ്മിൻ പോവില്ല. ജാസ്മിൻ കുറേ ഈ പറഞ്ഞ കണക്ക് ഗബ്രി എടുത്ത് മാത്രമല്ലാതെ കുറേ കൂടെയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഗബ്രി ജാസ്മിനെ എന്നുള്ള ഒരു രീതിയിൽ നടക്കുന്നതുകൊണ്ട് ഈ ഗബ്രി നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഗബ്രി സേവായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഔട്ടായി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ ഗെയിമെങ്കിലും കാണാം. ജാസ്മിൻ ഔട്ടായി കഴിഞ്ഞാൽ ഗബ്രി എങ്ങനെ കളിക്കുമെന്ന് കാണാം, ഗബ്രി ഔട്ടായി കഴിഞ്ഞാൽ ജാസ്മിൻ എങ്ങനെ കളിക്കുമെന്ന് കാണാം. ഇതിപ്പോൾ രണ്ടും പോവേ ഇല്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് ഭയങ്കര മടിപ്പാണ്. ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ, എന്നെ ഈ കമൻറ്റ് കുഞ്ഞുങ്ങളെല്ലാം കൊണ്ട് ജാസ്മിൻ്റെ PR ആക്കിയാണ് വെച്ചിരിക്കുന്നത്. ഒന്നുകിലും നിങ്ങൾ മുഴുവൻ വീഡിയോ കാണുക. ജാസ്മിൻ്റെ ആയാലും സിബിൻ്റെ ആയാലും സിജോയുടെ ആയാലും പോസിറ്റീവ്സും ഞാൻ പറയും, നെഗറ്റീവ്സും പറയും. ഇതെല്ലാം നിങ്ങൾ ഈ കാണാതെ എന്താണ് ഈ ജാസ്മിൻ്റെ PR എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ ചെയ്യുന്ന ന്യായമായിട്ടുള്ള 1-2 സാധനങ്ങൾ ന്യായം എന്ന് തന്നെ പറയും. പക്ഷേ ഇവർ കാണിക്കുന്ന ബാക്കിയുള്ള പോക്കുത്തര എല്ലാം ഞാൻ പറയുന്നത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്നിട്ടും ഞാൻ ഇത്രയും നെഗറ്റീവ് ഇപ്പം ഞാൻ എടുത്ത് ഞാൻ പറഞ്ഞു. എന്നിട്ടും ഇനിയും നോക്കിക്കോ, ജാസ്മിൻ്റെ PR എന്ന് തന്നെയായിരിക്കും എന്നെ പറയാൻ പോകുന്നത്. ജിൻഡോയുടെ വിഷയത്തിൽ അത് ജിൻഡോ ശരണ്യ മുടിയിൽ പിടിച്ച് വലിച്ച ഇഷ്യൂ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരണ്യ അങ്ങോട്ട് പോയി ചോദിച്ച് വാങ്ങിച്ചതാണോ, അത് അറിയാതെ പറ്റിയതാണോ എന്നൊക്കെ കുറേ പേര് കുറേ വീഡിയോസും ക്ലിപ്പുകളൊക്കെ പറക്കി അയച്ചു തരുന്നുണ്ടായിരുന്നു. ഇത് ഈ പറയുന്ന പോലെ ഒരു അറ്റാക്ക് നടക്കുന്ന സമയത്ത് അവിടെ ഈ ജിൻഡോ ഈ പറഞ്ഞ പോലെ മുടിയുടെ ഇടയിൽ കൈ കുരുങ്ങിയത് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇത് പുറത്ത് വരുന്ന ഔട്ട്പുട്ട് വേറെയാണ്. ശരണ്യയുടെ മുടിയിൽ പിടിച്ച് വലിച്ചു. ശരണ്യക്ക് അറിയാൻ പറ്റില്ല ജിൻഡോയുടെ കൈ കുടുങ്ങിയതാണെന്ന് ശരണ്യക്ക് അറിയാൻ പറ്റുമോ? ശരണ്യ വിചാരിക്കുമ്പോൾ ശരണ്യയുടെ മുടി പിടിച്ച് വലിക്കുകയല്ലേ. പക്ഷേ കുറേ പേര് അതിനെ സ്ലോ മോഷനിലൊക്കെ എടുത്ത് അയച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന കണക്ക് ശരണ്യ ഈ ജിൻഡോയുടെ വയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ജിൻഡോയുടെ കൈ ഇങ്ങനെ കുരുങ്ങി ജിൻഡോ ഇങ്ങനെ കൈ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ശരണ്യയുടെ മുടിക്കകത്തുനിന്ന്. പക്ഷേ ഇതെല്ലാം ഈ പറയും പോലെ ഒരു ലേഡിക്ക് നേരെയുള്ള ഒരു അറ്റാക്ക് എന്നുള്ള ലെവലിൽ ഒരു വുമൺ കാർഡിലേക്ക് പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് കുറേ പേര് കുത്താനുണ്ടെങ്കിൽ ഇത് വുമൺ കാർഡിലോട്ട് പോകും. പക്ഷേ ശരണ്യയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ശരണ്യ നോക്കുമ്പം അവിടെ തനിക്ക് നേരെ വന്നിരിക്കുന്ന ഒരു അറ്റാക്കാണ്, തൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ചു. അപ്പോൾ അവിടെ രണ്ടുപേരും ഈക്വലായിട്ട് തെറ്റുകാരാണ്. പിന്നെ ഈ പറയും പോലെ ഈ പറയുന്ന ജിൻഡോ ഒരു ഫോഴ്സോട് കൂടിയാണ് ഈ പറയുന്ന ശരണ്യെ ചേർത്ത് വയ്ക്കുന്നത്. അവിടെ പ്ലേറ്റും ബാക്കി സാധനങ്ങളൊക്കെ മറിഞ്ഞു വീഴുന്നത്. പക്ഷേ ഗബ്രിയും ജിൻഡോ ആയിട്ട് പുറത്ത് നടക്കുന്ന ഒരു ഫിസിക്കൽ, അത് വെറും ഫേക്ക്. ഗബ്രി ഉണ്ടാക്കിയെടുക്കുന്ന എടുക്കുന്ന സാധനമാണ്. ഗബ്രിയാണ് അങ്ങോട്ട് പോയി മാന്തയും പിച്ചെന്നുള്ളതൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ജിൻഡോയെ. എന്നിട്ട് എനിക്ക് അതിനേക്കാളും വലിയൊരു ഫിസിക്കൽ അറ്റാക്കെന്ന് തോന്നിയൊരു സാധനമുണ്ട്. ജാസ്മിൻ ഈ ശരണ്യ
ജിൻഡോയുടെ ദേഹത്ത് ഈ പറയുന്ന കോയിൻ ഒട്ടിക്കാൻ വരുമ്പോഴത്തേക്ക് ജിൻഡോ പെട്ടെന്ന് ഗബ്രിയെ പിടിച്ച് മാറ്റി തള്ളിയിട്ട് കസേരയിൽ ഗബ്രി മറിഞ്ഞൊക്കെ വീഴുന്നുണ്ട്. അതിനെ വേണമെങ്കിൽ നമുക്ക് ഫിസിക്കൽ അറ്റാക്ക് എന്ന് പറയാം. അതുക്കും മേലെയുള്ള സാധനമാണ് പുറത്ത് നടന്നെങ്കിൽ അത് ഗബ്രി ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ കസേര അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ അന്നേരം ഗബ്രി പറയാനുണ്ട് ഫിസിക്കൽ അസോൾട്ട്, പക്ഷെ ആരും മൈൻഡ് ചെയ്യണില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ ടാസ്ക് ആണ്. അപ്പോൾ അതിനകത്ത് ഫിസിക്കൽ ടാസ്ക് ആകുമ്പം ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഹൈ ലെവലിലാവണം, മനസ്സിലായി. അല്ലാതെ ഈ ചെറിയ ലെവൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ടാസ്കിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞ് പോകും. പക്ഷേ ഇതെല്ലാം ടാസ്കിൻ്റെ ഭാഗമാണ്. ഇന്ന് സംഭവിച്ചത് ഫുള്ള് ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ഏപ്രിൽ 25-ാം തീയതിയിലെ ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഡേ 46 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. രാവിലെ തന്നെ ഉന്നം മറന്ന് തെന്നിപ്പറന്ന് പൊൻകിനാക്കളെല്ലാം ആ പാട്ടാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഈ ആഴ്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ വീട്ടിലെ ഒരാൾ മറ്റൊരാളെ അനുകരിക്കണം. അത് ആര് അനുകരിക്കണം? അത് ശ്രീരേഖ അനുകരിക്കണം എന്നാണ് ആളുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രീരേഖയ്ക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ എടുത്ത് അടുത്ത ബസ്സിൽ അടിക്കുന്നവരെ അഭിനയിക്കാം. അപ്പോൾ ക്യാമറ നോക്കിയിട്ട് ഞാൻ റസ്മിനെയാണ് അഭിനയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ശ്രീരേഖ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് പൂജയും സിബിനും ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ പുറത്തായി എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. പൂജ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാലാണ് പുറത്തായത്. സിബിൻ്റെ കേസ് ഞാൻ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പോയി നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ സിബിൻ്റെ കേസ് പറയുമ്പോൾ ഞാൻ എന്നെ പിടിച്ച് ജാസ്മിൻ്റെ PR-ഉം, ജാസ്മിൻ്റെ കേസ് പറയുമ്പോൾ ഇപ്പോൾ സിബിൻ്റെ PR-ഉം ആക്കി വെച്ചിരിക്കുകയാണ്. അതൊക്കെ ആളുകളൊക്കെ കമൻറ്റ് കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇരുന്നോട്ടെ. പിന്നീട് അപ്പം ഇവർ രണ്ടുപേരും പുറത്തായി എന്ന് എല്ലാവരും ലിവിംഗ് റൂമിൽ വിളിച്ച് പറയുമ്പോഴത്തേക്കും സായിയും ജയദീപും കൂടെ അഭിഷേക് ശ്രീകുമാറും കൂടെ പുറത്ത് പോയിരിക്കുന്നു. അപ്പോൾ സായി പറയണേ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പോകുമ്പോഴാണ് വിഷമം തോന്നുന്നത്, കാരണം എവിക്റ്റായി പോകുന്നതല്ലല്ലോ. അപ്പോൾ അഭിഷേക് ശ്രീകുമാറെ ഒരു ഡയലോഗ് അടിക്കുകയാണ്. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കലിച്ച് വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പം പോട്ടെ, ഗെയിം 50 ദിവസം കഴിയുന്നു, ഗെയിം കളയുന്നു, നമ്മൾ പോയി അവനെ കാണുന്നു. ഏത് ലെവലിലാണ് അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും പോയല്ലോ, അയ്യോ അടിപൊളി, ഇനിയിപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കളിക്കാം. പക്ഷെ ആ ബുദ്ധി നമുക്ക് അടിപൊളിയായിട്ട് കളിയാം, പക്ഷേ എനിക്ക് കാണിക്കാനും പറ്റില്ല അവൻ പോയ സന്തോഷം. അതുകൊണ്ട് ഇങ്ങനെ ഇടിച്ചിട്ട് അയ്യോ പോട്ടെ ഗെയിം എന്നൊക്കെ പറഞ്ഞ് കളയുവാണേ. പക്ഷേ പിന്നീട് പൂജയുടെ കാര്യമാണ് എനിക്ക് ഭയങ്കര വിഷമമായത്. പൂജ വയ്യാതെ അല്ലേ പോയത്, കാരണം അവൾക്ക് ഒട്ടും വയ്യായിരുന്നല്ലോ എന്ന് അഭിഷേക് ശ്രീകുമാർ പറയുന്നു. പിന്നീട് ഋഷി എന്നിട്ട് പറയുന്നു എനിക്കും അങ്ങനെ തന്നെയാണ്, ഭയങ്കര വിഷമം. അടുത്ത് റസ്മിൻ ക്യാമറ നോക്കിയിട്ട് ബിഗ് ബോസ് എനിക്കിവിടെ പറ്റുന്നില്ല, ബിഗ് ബോസ് എന്നെ കൺഫഷൻ റൂമിലോട്ട് വിളിക്കണം. കൺഫഷൻ റൂമിലോട്ട് റസ്മിനെ വിളിക്കുന്നു, കാര്യം ചോദിക്കുന്നു. അത് എൻ്റെ കാര്യം കേൾക്കാൻ ഇവിടെ ആരുമില്ല. ഞാൻ ജാസ്മിൻ്റെയും അവരുടെയും കൂടെയാണെന്ന് എല്ലാവരും പറയുന്നു. ഞാൻ അവരെ കേട്ടിരിക്കുന്നതാണ്, അവരുടെ കൂടെ അല്ല എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് മോട്ടിവേഷൻ ചെയ്ത് തിരിച്ച് വീട്ടിൽ കയറ്റി വിടുന്നു. അടുത്ത് അപ്സര ചോദിക്കണം നിന്നെ ഇവിടെ കേൾക്കാൻ ആരുമില്ല എന്നൊക്കെ നിനക്ക് തോന്നിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് റസ്മിനെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീടാണ് ജാസ്മിനും ഗബ്രിയായിട്ടുള്ള ഫ്ലോട്ടിങ്. ജാസ്മിൻ വയ്യാതെ കിടക്കുകയാണ്, പുറപ്പം മൂടി കിടക്കുന്നു. ഗബ്രി അങ്ങോട്ട് വരുന്നു. എന്തിനാ ജാസ്മിൻ നീ കരയുന്നത്? അത് എനിക്ക് തലവേദനയാണ് ഗബ്രി, തലവേദന. ഗബ്രി പറയണ ഭക്ഷണം കഴിക്കുക, എനിക്ക് നിന്നടുത്ത് പിണക്കം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ജാസ്മിൻ പറയണ എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിനക്കല്ലേ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിനക്കല്ലേ പ്രശ്നം? ഇതേ സമയം സിജോയും അർജുനും കൂടെ വാഴത്തോട്ടത്തിൽ ഇരിക്കുന്നത്. സിജോ പറയാണ് ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്നുള്ള കാര്യം ഇതിനകത്ത് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നീയാണ് അർജുനെ ജാസ്മിൻ്റെ ഒരാളാണെന്ന് കരുതിക്കോ. ഇതിനകത്ത് ഇങ്ങനെ ഒരു ഷോയിൽ വന്ന് ഒരാളത്ത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തോന്ന് തോന്നും? അപ്പം ഞാൻ ആകെ പൊളിഞ്ഞു പോകും. സിജോ പറയുന്ന കാര്യം കറക്റ്റാണ്. കാരണം ഈ പറയുന്ന പോലെ പുറത്ത് കമ്മിറ്റഡ് ആയിട്ട് അകത്ത് വന്ന് ഇമാതിരി വേല കാണിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ്റെ ലവർ അഫ്സല് ഭയങ്കരമായിട്ടുള്ള, അതൊന്നും ഞാൻ വീഡിയോയിലൊന്നും പറയാത്തതാണ്. അതെല്ലാം അവരൊക്കെ തമ്മിൽ ബ്രേക്കപ്പായി, വേറെ ലെവൽ കാര്യങ്ങൾ വരെ ആയി. അതൊന്നും നമ്മൾ പറയണില്ല, അത് നമ്മുടെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല. പിന്നീട് ഗബ്രിയും ജാസ്മിൻ ഇതേ സമയം നീ എന്താ ജാസ്മിൻ പറഞ്ഞു തരുന്നത്, നിനക്ക് എന്നെ ഇഷ്ടമാണെന്നാണോ? ജാസ്മിൻ ഒന്നും മിണ്ടുന്നില്ല. സിജോയും അർജുനും ഇതേ സമയം സിജോ പറയണേ ഒരു ദിവസം കൊണ്ട് തീരും. ഐ ലവ് യു എന്ന് 3 സെൻറ്റൻസ് ഉള്ള ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് ചോദിക്കാൻ പറ്റുമോ? ഒന്നും ചോദിക്കാൻ പറ്റില്ല. നമ്മൾ കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചോദിക്കാനില്ല, അവിടെ തീരും. സിജോ പറഞ്ഞ ഡയലോഗാണ്, പൊളിയാണ്. അപ്പം പിന്നീട് ജാസ്മിനും ഗബ്രിയും കൂടി ജാസ്മിൻ പറയാണ് കൂട്ടത്തോടെ ഞാൻ എല്ലാവരെയും ചതിക്കുകയാണ്, ഈ വീട്ടിലുള്ളവരെയും പുറത്തുള്ളവരെയും ഇല്ല. അപ്പോൾ ഗബ്രി പറയാണ് നിനക്ക് എൻ്റെ അടുത്ത് പ്രണയം തോന്നുന്നുണ്ടോ ജാസ്മിൻ? അപ്പോൾ ജാസ്മിൻ പറയണം എനിക്കറിയില്ല, ഇല്ല അതെ ആണ് എന്ന് പറഞ്ഞിട്ട് മുഖം പൊത്തിയിരിക്കുന്നു. പക്ഷെ അത് തെറ്റാണ് ഗബ്രി, അത് തെറ്റാണ്. അപ്പോൾ ഗബ്രി പറയണ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവർക്ക് തോന്നുന്ന വികാരങ്ങളാണിതെല്ലാം. നീ പുറത്തെ കാര്യം ആലോചിച്ചിട്ടാണോ ഇങ്ങനെ നിൽക്കുന്നത്? പുറത്ത് എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ജാസ്മിൻ പറയാണ് പുറത്തെ കാര്യം ആയിരിക്കും, എനിക്കറിയില്ല, ഞാനെന്താ എങ്ങനെയെന്ന് എനിക്കറിയില്ല. നീ ഇന്നലെ നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കേണ്ട ഗബ്രി. നീ ഇന്നലെ ക്ലാരിറ്റി തന്നതാണ്, റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ പോണ്ട, എനിക്കിതിനെ ഇഷ്ടമാണ് പക്ഷേ അതിലേക്കൊന്നും പോണ്ട എന്ന് പറഞ്ഞിരുന്നു.
അപ്പോൾ ക്ലാരിറ്റി തന്നു, നമുക്ക് അതിന് ഇനിയിപ്പോൾ സംസാരിക്കേണ്ട. അപ്പോൾ ഗബ്രി പറയാണ്, അത് ഞാൻ റസ്മിൻ ഇരുന്നപ്പോൾ റസ്മിൻ ഉപയോഗിച്ച് പറഞ്ഞു. അപ്പോൾ റസ്മിൻ ഒരു മറുപടി, എനിക്കൊരു മറുപടിയാണ്. ജാസ്മിൻ ചോദിക്കുന്നു, എനിക്ക് ക്ലാരിറ്റി ഉണ്ട്, നീ പറഞ്ഞ എന്താണെന്ന് എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. അതായത് എനിക്ക് ഇവരുടെ ടോപ്പിക്കിൽ നിന്ന് മനസ്സിലായത് ജാസ്മിന് ഇഷ്ടമാണ് ഈ പറയുന്ന ഗബ്രീനെ. ആ കാര്യം ഇന്നലെ ജാസ്മിൻ പറഞ്ഞപ്പോഴാണ് ഗബ്രി പറഞ്ഞത് എന്ത്, എനിക്ക് റിലേഷൻഷിപ്പിന് പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. പക്ഷേ ഇത്രയും നാൾ ജാസ്മിൻ ഫ്രണ്ട്ഷിപ്പൊക്കെ മാലെ ലവർക്ക് കീഴേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നടന്നത്. എന്നിട്ട് വീണ്ടും ഗബ്രി പറയുന്നു, എനിക്ക് നിന്നോട് പ്രണയമില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായിരിക്കാം, ഉണ്ട്, ആയിരിക്കാം. അപ്പം ജാസ്മിൻ, ഗബ്രി മതി, നമുക്കിതിവിടെ വെച്ച് നിർത്താം, എനിക്ക് വയ്യ, എനിക്ക് കേൾക്കാൻ വയ്യ. ഫസ്റ്റ് വീക്ക് നമ്മൾ എങ്ങനെയായിരുന്നു, നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോവാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ജാസ്മിൻ എന്നെഴുതിയ ഒരു സ്റ്റിക്കറൊക്കെ എടുത്ത് ഗബ്രി, എൻ്റെ പൊന്നെ ഭയങ്കര ക്രിഞ്ച് അത് കാണുമ്പം, എടുത്തിങ്ങനെ മുഖത്തൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് കളയടാ എന്നെല്ലാം ജാസ്മിൻ പറയുന്നുണ്ട്. എന്നിട്ട് ജാസ്മിൻ പറയുന്നത്, നീ ഇവിടെ നിന്ന് പൊക്കേ, എഴുന്നേറ്റ് പോയേ. അപ്പോൾ ഗബ്രി, സത്യമായ രീതിയിലുള്ള പെരുമാറ്റമാണ് ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ പറയാണ്, എൻ്റെ ഫ്രണ്ട്സിന് മുകളിലോട്ട് ഇനി നമ്മളില്ല, ഫ്രണ്ട്സ് അതാണ്, നീ എൻ്റെ ക്ലോസ് ഫ്രണ്ട്, 4-5 പേരുണ്ട്, ആ കൂട്ടത്തിൽ ഇപ്പം നീയും. അപ്പോൾ ജാസ്മിൻ പറയാണ്, ലവ് ആയിരുന്നു എനിക്ക്, നിൻ്റെ അടുത്ത് എനിക്ക് ലവ് ആയിരുന്നു എടാ, അതിപ്പം ഞാൻ മനസ്സിലാക്കുന്നു, നിൻ്റെ അടുത്ത് എനിക്ക് ലവ് ആയിരുന്നു എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഗബ്രി പറയാണ്, പ്രണയമല്ല എനിക്ക് നിന്നോട്, ഞാൻ പ്രണയമാണെന്ന് നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ജാസ്മിൻ? നീ വീട്ടിൽ പോയി 48 എപ്പിസോഡ് എടുത്ത് കണ്ടു നോക്ക്. അപ്പോൾ ജാസ്മിൻ പറയാണ്, പക്ഷേ നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഹിൻഡ് തന്നിട്ടുണ്ട് പ്രണയമാണെന്നുള്ള രീതിക്ക്, നീ പോയി 48 ദിവസത്തെ എപ്പിസോഡ് കണ്ടോ. അപ്പോൾ ജാസ്മിൻ പറയാണ്, ചിരിപ്പിക്കാതെ എഴുന്നേറ്റ് പോ. ഇതാണ് ഇന്നത്തെ പ്രധാന കണ്ടന്റ്, ഈ സാധനമാണ് ഈ പറയുന്ന ജാസ്മിൻ ഗബ്രി ഇത് തന്നെയാണ് ഓട്ടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്, ഇന്ന് 46ാമത്തെ ഡേ ആണ്, ഇന്ന് നിങ്ങൾ സ്കിറ്റാണ് അവതരിപ്പിക്കേണ്ടതെന്ന് പറയുന്നു. ചലഞ്ച് 3 വരുന്നു, ഡേഞ്ചർ സോൺ എന്നാണ് ടാസ്കിൻ്റെ പേര്. ഒരു കോയിൻ ഉണ്ട്, ആ കോയിൻ നമ്മുടെ ചെരുപ്പൊക്കെ ഒട്ടിക്കും പോലത്തെ സാധനത്തിൽ പറ്റിപ്പിടിക്കുന്ന രീതിയിലുള്ളൊരു മെറ്റീരിയലാണ്. അപ്പം ചലഞ്ചിങ് ടീമിൽ ഡെന്നും ഉണ്ട്, പവർ ടീമും ഉണ്ട്. ഇവർ 2 ടീമിലുള്ള എല്ലാ ആൾക്കാരും ഒരു ടീഷർട്ട്, ഒരു ജാക്കറ്റ് പോലത്തെ ഒരു സംഭവം ഇടണം, അതിനകത്ത് പശ പോലത്തെ ഒട്ടിക്കാൻ വരുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ കോയിൻ കൊടുക്കുമ്പോഴത്തേക്കും ഇവരെ എതിർ ടീമിൻ്റെ ദേഹത്ത് കോയിൻ ഒട്ടിക്കണം ബസർ അടിക്കുന്ന സമയത്ത്. അപ്പോൾ ബസർ ടു ബസറാണ് ടാസ്ക്. 2-3 റൗണ്ടായിട്ടാണ്. ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ ബസർ അടിക്കുന്ന സമയത്ത് ആരുടെ ദേഹത്താണോ അത് ഒട്ടിയിരിക്കുന്നത് അവർ ഔട്ടാവും. അപ്പോൾ അങ്ങോട്ടൊട്ടിക്കുക, ഇങ്ങോട്ടൊട്ടിക്കുക, ഇങ്ങോട്ടൊട്ടിക്കുക, അതാണ് ടാസ്ക്. അപ്പോൾ ഇതിൻ്റെ റൗണ്ട് 1 തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു അടി നടക്കുന്നുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചൊട്ടിച്ച് അവസാനം ഈ ഋഷിയുടെ ദേഹത്ത് ജിൻഡോ ഒട്ടിക്കുന്നു. ഒട്ടിച്ചിട്ട് ജിൻഡോ ഋഷിയെ വിടാതെ ഇങ്ങനെ ഇറുക്കി പിടിച്ചുകൊണ്ട് ഗാർഡൻ ഏരിയയിൽ അങ്ങ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഋഷി ജാസ്മിൻ്റെ തട്ടി കയറി. ജാസ്മിനും ഋഷിയും കൂടെ ഭയങ്കര വഴക്കാവുകയാണ്. ഞാനും ഇതുപോലെ നിന്നെ പിടിക്കട്ടെ എന്നുള്ള ലെവലിൽ ഋഷി ഇൻഡയറക്റ്റായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ ഋഷി ഔട്ടാവുന്നു. സെക്കൻഡ് റൗണ്ടിലാണ് 1 അടിപിടിയാവുന്നത്. നമ്മുടെ പ്രൊമോയിൽ കാണുന്ന പോലെ തന്നെ ഗബ്രിയുടെ ദേഹത്ത് ജിൻഡോ ഒട്ടിച്ചുകൊണ്ട് ജിൻഡോ എന്ത് ചെയ്യുന്നു, ഗബ്രി ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് 2 പേരുടെ അറിയാതെ തട്ടി മറിഞ്ഞ് വീഴുന്നു. പെട്ടെന്ന് തന്നെ ഗബ്രി ജിൻഡോയെ മറിച്ചിട്ടുണ്ട്. ജിൻഡോയുടെ മുഖത്ത് ഇങ്ങനെ അള്ളൊക്കെ ചെയ്യുന്നുണ്ട്, ഇടിച്ച് പിച്ച മാന്തയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് കണ്ട് വീട്ടുകാരെല്ലാം ഓടിക്കൂടി വരെ പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ അയ്യോ എനിക്ക് ശ്വാസം മുട്ടുന്നത്, ഈ ഗബ്രി എല്ലാം അങ്ങോട്ട് ചെയ്തിട്ട് അയ്യോ എനിക്ക് ശ്വാസം മുട്ടുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ 2 പേരുടെയും ഭാഗത്ത് തരും, കാരണം 2 പേരും വിടാൻ നിൽക്കുകയാണ്. 2 പേരുടെയും ഭാഗത്ത് ഇവിടെ തെറ്റുണ്ട്. 2 പേരും തെറ്റ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെറ്റാണെങ്കിൽ 2 പേരും തെറ്റാണ്. പിന്നെ ഇതൊരു ഫിസിക്കൽ ടാസ്ക്കാണ്. അപ്പം നമുക്ക് അവിടെ തെറ്റ് ശരി അങ്ങനെ ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ അതിൻ്റെ പേരിൽ ഭയങ്കരമായ ഒരു അടി നടക്കുന്നുണ്ട്. 2 പേരെ 2 റൂമിൽ കൊണ്ടിരുത്തുന്നു. 2 പേരും ചെയ്ത തെറ്റാണെന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് ഋഷി കലിതുള്ളി എന്തിനാണ് അങ്ങനെ ചെയ്തത്, അവർ നേരത്തെ അങ്ങനെ ചെയ്തു, ഇപ്പോഴും അങ്ങനെ ചെയ്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഋഷി ഒന്ന് ആക്റ്റീവായി കണ്ടു, സമാധാനം. പിന്നീടാണ് CID രാംദാസ് വരുന്നു. എന്താണ് നിങ്ങൾക്ക് കളിക്കാൻ അറിയില്ലേ, നുള്ളി പിച്ചി മാന്തി നേരെ ചൊവ്വേ നിങ്ങൾ കളിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞു തരൂല എന്നെല്ലാം പറഞ്ഞ് വെറുതെ അതും കുറേ ലാലേട്ടൻ്റെ കുറേ ക്രിഞ്ച് അടുപ്പിച്ചിട്ട് പോയി സാധനം. അടുത്ത 3rd റൗണ്ട് വരുന്നു. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ക്യാൻസൽ ചെയ്യുന്നു. അടുത്ത 3rd റൗണ്ട് അൻസിബ ഔട്ടാവുന്നു. 4th റൗണ്ടിലും നല്ലപോലെ ജാസ്മിൻ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ, വയ്യെങ്കിലും സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. ജാസ്മിൻ ഔട്ടാവുന്നു. ഇതിനിടയിൽ കൂടെയാണ് ഞാൻ പറഞ്ഞ പോലെ ഗബ്രിയെ ജിൻഡോയും കൂടെ അങ്ങോട്ടും ഒരു അടിയായി കസേരയൊക്കെ തള്ളിയിട്ടുകൊണ്ട് ഗബ്രിയെ മറിച്ച് വീഴുന്നത്. അടുത്ത് വരുന്ന ലാസ്റ്റ് റൗണ്ടിലാണ് ജിൻഡോ ശരണ്യയുടെ ദേഹത്ത് ഒട്ടിക്കാനായിട്ട് ജിൻഡോ ഈ പറയുന്ന പോലെ ഗബ്രിയും ശരണ്യയും ഒരു ടീമിലാവുന്നു, ജിൻഡോ ഒരു ടീമിൽ. ഇത്ര ഇപ്പം നിൽക്കുന്ന നില അങ്ങനെയാണ്. അപ്പോൾ ജിൻഡോയുടെ ദേഹത്ത് ഗബ്രി ഒട്ടിക്കാനായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ടേബിളിൻ്റെ ചുറ്റും നിന്ന് കറങ്ങണം. അപ്പോൾ നീ അപ്പുറത്തെ ഭാഗത്തൂടെ വാ ശരണ്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോയും ഗബ്രിയും കൂടെ ഇവിടെ നിൽക്കുവാണ്. ശരണ്യ ഇതിലേക്ക് കറങ്ങി ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, ഒരു ടേബിൾ പോലത്തെ ഒരു സാധനം. അതിൻ്റെ പുറത്തൊരു ബൗളും പിന്നെ ഒരു പ്ലേറ്റും.
അപ്പോൾ ശരണ്യ അവിടെ ഇങ്ങനെ വന്ന് ജിൻഡോയെ തടയാൻ വരുന്നത് ജിൻഡോ ഇങ്ങനെ ശരണ്യെ മാറ്റിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ശരണ്യ വന്ന് ഈ സാധനത്തിൽ ഇടിക്കുന്നു. ആ സാധനം എല്ലാം കൂടെ മറിഞ്ഞ് വീണ് ആ ഫോഴ്സിൽ ശരണ്യ മറിഞ്ഞ് വീഴാതിരിക്കാൻ ആ ഫോഴ്സിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ജിൻഡോ പിടിക്കുവാണ്. ജിൻഡോ ഇറുക്കി പിടിക്കുമ്പോൾ ശരണ്യ വന്ന് ജിൻഡോയുടെ വയറിന് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഗബ്രിയും കൂട്ടത്തിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിക്കുന്നതിൻ്റെ തിരക്കിൽ ജിൻഡോയുടെ ദേഹത്ത് ഒട്ടിക്കുന്നു. അപ്പോൾ ശരണ്യ പെട്ടെന്ന് ജിൻഡോ മറിഞ്ഞു വീഴാൻ പോകുന്നു. ജിൻഡോ ശരണ്യയുടെ മുടി കയറി പിടിക്കുന്നു. മുടിയിൽ ആക്രമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ കിടന്ന് അലയ്ക്കുന്നു. വീട്ടുകാരെല്ലാം ഈ സാധനങ്ങൾ മറിഞ്ഞു വീഴുന്നത് അറിഞ്ഞുകൊണ്ട് ഓടിക്കൂടുന്നു. അതാണ് ഭയങ്കര പ്രശ്നം. അതിനുശേഷം ശരണ്യയുടെ മുടി കയറി പിടിച്ചോളാം കൊണ്ടോടാന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ശരണ്യയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ ശരിയാണ്, ജിൻഡോയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ സ്ലോ മോഷൻ ഇട്ട് നോക്കി കഴിഞ്ഞാലേ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അത് വേറെ കാര്യം. അങ്ങനെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജാസ്മിനും നന്ദനയുടെ ഒരു വഴക്കപ്പം. ജാസ്മിൻ എടുത്ത് നന്ദന എന്തോ ചോദിക്കുന്നത്. ജാസ്മിൻ ക്ഷണം നീ പൊടി നീ രണ്ട് വെള്ളത്തിൽ കാലി എവിടെ നിന്നുള്ള അടി എന്ന് ചോദിച്ചുകൊണ്ട് ജാസ്മിൻ്റെ നേരെ കയറുന്നു. അവർ രണ്ടുപേരുടെ നല്ല വഴക്കാവുന്നു. നീ പറയുമ്പോൾ പോകാനാണോ ഞാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ വഴക്കാണ് നടക്കുന്നത്. അതിനുശേഷം ആ റൗണ്ടിൽ ജിൻഡോ ഔട്ടാവുന്നു. സ്വാഭാവികമായിട്ടും ജിൻഡോയുടെ ടീം ഫുൾ ഔട്ട് ആയതുകൊണ്ട് തന്നെ നിലവിലെ പവർ ടീം തന്നെ വീണ്ടും പവർ റൂമിലേക്ക് വരുന്നു. ഗബ്രി, ഋഷി, ശരണ്യ, ശ്രീരേഖ. അപ്പോൾ ഇവർ അടുത്ത ആഴ്ചയും സേഫ് ആയിരിക്കും. പക്ഷേ ഒരു ട്വിസ്റ്റ് ബിഗ് ബോസ് കൊണ്ടുവരും. അതിനുശേഷം ജാസ്മിൻ പറയുന്നുണ്ട്, ചത്ത് കിടന്ന് തന്നെ ഞാൻ കളിച്ചിട്ട് ഞാൻ 2 വെള്ളത്തിൽ കാല് ചവിട്ടുന്നു എന്ന് ഈ നന്ദന പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത്. ഇതാണ് മെയിൻ എപ്പിസോഡിലുള്ളത്. പിന്നെ പ്ലസ്സിൽ വരുന്നത് ഒരു മോർണിംഗ് ടാസ്ക്കാണ്. നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ, ബിഗ് ബോസ് ജയിച്ചു കഴിഞ്ഞാലുള്ള നമ്മുടെ ആ സമയത്തെ സ്പീച്ച് റണ്ണറപ്പ് ആരായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വീട്ടിൽ പറയുന്ന സംസാരം ഫുള്ള് ഈ പറയുന്ന ഇന്ന് നടന്നിട്ടുള്ള ടാസ്കിനെ കുറിച്ചുള്ള സംസാരമാണ്. അത് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഓരോരുത്തരുടെ അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ രാത്രിയാകുമ്പോൾ നോറ ജാസ്മിനിട്ട് വീണ്ടും പൊട്ടിക്കാനായിട്ട് തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നോറയും റസ്മിനും കൂടി വാഴത്തോട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് നോറ ഇന്ന് നീ എനിക്ക് എടുത്ത് തന്നു, അപ്പോൾ എനിക്ക് അതിന് താങ്ക്സ് ഉണ്ട് എന്ന് പറഞ്ഞ് നോറ എടുത്ത് തരണം. ഇവൾ കാണിക്കുന്ന ഡ്രാമയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ റസ്മിൻ പറയുന്നത് ഡ്രാമയല്ലെന്ന് എനിക്കറിയാം, നീ ആവശ്യമില്ല സപ്പോർട്ട് ചെയ്യരുത്, നീ അല്ലല്ലോ അവളെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നാളെ ഒരു അടി പൊട്ടും. അത് നമുക്ക് കാണാൻ പറ്റും. രാത്രി ഇന്നാർക്കും ഉറക്കമില്ല. 2:30-3:30 മണി വരെ എല്ലാവരും പുറത്തോടെ കയറി കിടക്കുന്നില്ല. കള്ള് കുടിച്ച് അടിച്ച് പിരിഞ്ഞ് കണക്ക് അവിടെ കിടക്കുകയാണ്. വീട്ടിനകത്തും ഓരോരുത്തർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രി ഗബ്രിയും ജാസ്മിനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ടാസ്കിനെ കുറിച്ച്, ഇന്നത്തെ ടാസ്കും അതിലുണ്ടായിട്ടുള്ള അറ്റാക്കുകളും, ആരുടെ ഭാഗത്ത് ശരി ആരുടെ ഭാഗത്ത് തെറ്റ് എന്നുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.